റാഗിംഗ് തടയാൻ സംസ്ഥാന സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ശരിയാവണ്ണം പറയുന്നു ഹൈക്കോടതി. റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിൽ UGCയെ കൂടി കക്ഷി ചേർത്തു. എസ് ശ്രീകാന്ത് ആ വാർത്തകൾ വിവരങ്ങളും വെച്ചു. ശ്രീകാന്ത്, റാഗിങ്ങിന്റെ വല്ലാത്ത ആസുരമായ മാരകമായ ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ട് ഞെട്ടിയ ഒരു കാലം കൂടിയാണിത്. അതടക്കം കോടതിക്ക് മുൻപാകെ വരികയാണോ? ശരിയാവണ്ണം ഇടപെടുകയാണോ നീതിപീഠം? ശ്രീകാന്ത്, നിലവിൽ നമ്മൾ കണ്ടതാണ് സിദ്ധാർത്ഥന്റെ മരണം. നഴ്സിംഗ് കോളേജിൽ, കോട്ടയം നഴ്സിംഗ് കോളേജിലെ ക്രൂരമായ റാഗിംഗ്, അങ്ങനെ പല തരത്തിലുള്ള റാഗിംഗ് ദൃശ്യങ്ങൾ കണ്ടതിനൊടുവിൽ ഇപ്പോൾ നീതിപീഠം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു, നീതിപീഠം വടിയെടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്തെ റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കണമെന്ന് ഹൈക്കോടതി പറയുന്നു. റാഗിംഗ് കർശനമായി തടയുന്നതിന് നിയമപരിഷ്കരണം അനിവാര്യമാണ്. റാഗിംഗ് വിരുദ്ധ നിയമത്തിന് കീഴിൽ ചട്ടങ്ങൾ രൂപീകരിക്കണം. UGC മാർഗനിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കണം ഈ ചട്ടങ്ങൾ ഉണ്ടാകേണ്ടത് എന്നും കോടതി പറയുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ കൊണ്ടുവരുന്നത് സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിൽ UGCയെ കക്ഷി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. UGC കൂടി ഇക്കാര്യത്തിൽ ഇനി കൃത്യമായി കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. റാഗിംഗ് തടയാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. വളരെ വലിയ ഒരു നിർദ്ദേശം, അത് വളരെ വലിയ ലിസ്റ്റാണ്. അങ്ങനെ ഏത് രീതിയിലൊക്കെ റാഗിംഗ് തടയാം, അതിന് ജില്ലാതല അതോറിറ്റി വേണം. അത്തരത്തിൽ കൃത്യമായ കർശനമായ നിർദ്ദേശം സർക്കാരിന് കൂടി നൽകുകയാണ് ഹൈക്കോടതി. കോടതിയുടെ ഇടപെടലോടുകൂടി ഈ റാഗിംഗ് എന്ന തീരാശാപത്തിന് ഒരു അവസാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എസ് നമ്മൾ കഴിഞ്ഞ കുറേ നാളെ ഏറ്റവും ഒടുവിൽ കണ്ടത് കോട്ടയത്തെ ദൃശ്യങ്ങളാണ്. ഡിവൈഡർ ഇട്ട് പുക്കിളി കുത്തി കറക്കുന്ന വിഷയമൊക്കെ നമ്മൾ കണ്ടു. എസ് അത്രയും ഭീകരമായിരുന്നു, അത് അങ്ങേയറ്റം ഭീകരമാണ്. കോടതി ഇടപെടുക റാഗിംഗ് വെച്ച് പൊലിപ്പിക്കാൻ പറ്റും. അയ്യോ, കാരണം ഇത്രയും മൃഗീയമായ, മാത്രമല്ല ഇവർക്ക് മനുഷ്യനോടുള്ള നന്മയും സ്നേഹവും എല്ലാം മരവിച്ചു പോയെന്നുള്ളത് ലഹരിയായിരിക്കാം ഒരു കാരണം. മൃഗങ്ങളെക്കാൾ കഷ്ടം, മൃഗങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. അതിരപ്പള്ളിയിൽ കണ്ടില്ലേ ആനകൾ തമ്മില് കാട്ടുമൃഗങ്ങൾക്ക് വിവരമില്ലെന്ന് പറയും. കാട്ടുമൃഗങ്ങളാൽ കഷ്ടമാണ് ഈ നാട്ടിലിരിക്കുന്ന മൃഗങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി മാത്രമേ ഉപദ്രവിക്കുള്ളൂ. എന്താണ് ഇത്? എന്തൊരു അക്രമമാണ്. പറയുന്നേക്കാം ഈ ശവങ്ങളെ മൃഗങ്ങൾ കഴിക്കത്തുമില്ലെന്ന്. നമ്മളെ ഉള്ളൂ, മനുഷ്യരെ ഉള്ളൂ ഇതൊക്കെ ചെയ്യുന്നത്.